തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി UDF സഹകരിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം. LDF BJPക്ക് വിധേയപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയാണ് വെൽഫെയർ പാർട്ടി UDFനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതെന്ന് PM A സലാം 24നോട് പറഞ്ഞു. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ മുസ്ലിം ലീഗിന് ലഭിക്കുകയല്ല, UDFുമായി വെൽഫെയർ പാർട്ടി സഹകരിച്ചിരുന്നു. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും സഹകരിച്ചിട്ടുണ്ട്. ഒപ്പം കൂടിയപ്പോൾ അവരതിന് യോഗ്യരല്ല എന്നും അവർ കള്ളക്കളി കളിക്കുന്നുണ്ട് എന്നും BJPക്ക് അടിമപ്പെട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലായപ്പോഴാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് ദേശീയ തലത്തിൽ നിൽക്കേണ്ടതെന്ന് മനസ്സിലാക്കി അവർ അതിനനുസരിച്ച് നയം ഉണ്ടാക്കിയതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിൽ 3 ടേം വ്യവസ്ഥ ഇത്തവണയും നടപ്പിലാക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു. 3 ടേം വ്യവസ്ഥയുടെ പേരിൽ കഴിഞ്ഞ തവണ സീറ്റ് ലഭിക്കാതെ പോയവർക്ക് പ്രാദേശികമായ വിജയത്തിന് അനിവാര്യമെങ്കിൽ ഇത്തവണ ഇളവുണ്ടാകുമെന്നും PM A സലാം പറഞ്ഞു. കഴിഞ്ഞ തവണ 3 ടേം ആയതുകൊണ്ട് കഴിഞ്ഞ തവണ മാറി നിൽക്കേണ്ടി വന്ന ആളുകളുടെ സാന്നിധ്യം, സ്ഥാനാർത്ഥിത്വം ആ വാർഡിലും ആ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിലെയും മുന്നണിയുടെ വിജയത്തിന് അനിവാര്യമാണെന്ന് ആ വാർഡ് കമ്മിറ്റിയും മുനിസിപ്പൽ പഞ്ചായത്ത് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും ഏകകണ്ഠമായി പാർട്ടിയോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ നിബന്ധനയിൽ ഇളവ് കൊടുക്കാം എന്നൊരു തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ട്. അതിനിടെ 3 ടേം വ്യവസ്ഥയിലെ ഇളവ് ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചിരിക്കുകയാണ് യൂത്ത് ലീഗ്. ലീഗ് നേതൃത്വത്തെ നേരിൽ കണ്ട് എതിർപ്പറിയിക്കാൻ യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് യോഗം വിളിച്ചത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, പ്രധാനമായും PM A സലാം ഇളവിന്റെ കാര്യത്തിൽ നയം വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ എന്താണ് വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാകാൻ പോകുന്ന സഹകരണം, അതേക്കുറിച്ച് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. യൂത്ത് ലീഗ് ഈ വിഷയത്തിലൊക്കെ വലിയ പ്രതിഷേധത്തിലാണ് എന്ന വിവരം കൂടിയുണ്ടല്ലോ. സമീർ. അനുജ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കുകയാണ് മുസ്ലിം ലീഗ് UDF എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ വെൽഫെയർ പാർട്ടിയുമായി മുസ്ലിം ലീഗും UDFും സഹകരിച്ചിരുന്നെങ്കിൽ ഇത് പരസ്യമായി ഒരു പ്രഖ്യാപനം നടത്തി ഒരു സഹകരണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഈ BJPയെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വെൽഫെയർ പാർട്ടി അവരുടെ നയം തന്നെ അല്ലെങ്കിൽ നിലപാട് തന്നെ തിരുത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്നിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ സഹകരണം, അവരുടെ പിന്തുണയും ഒക്കെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്വീകരിക്കും. അത് UDF പൂർണ്ണമായി തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് PM A സലാം വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ പല ഘട്ടങ്ങളിലും തദ്ദേശ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും UDFുമായി സഹകരിച്ചിട്ടുണ്ട്. അതിനു മുൻപ് 30 വർഷത്തോളം LDFുമായിട്ടായിരുന്നു ഈ വെൽഫെയർ പാർട്ടിയുടെ സഹകരണം. പിന്നീട് അവർ BJPക്ക് വിധേയപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായതോടു കൂടിയാണ് UDFന് പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും UDF വ്യക്തമാക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 ടേം വ്യവസ്ഥ നടപ്പിലാക്കുമെന്ന് മുസ്ലിം ലീഗ് നേരത്തെ പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട സർക്കുലർ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റികൾക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇതിലിപ്പോൾ ഒരു ഇളവ് നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ 3 ടേം വ്യവസ്ഥ നടപ്പിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ സീറ്റ് നഷ്ടമായ ആളുകൾക്ക് അവർ ഇത്തവണ വിജയം അനിവാര്യമാണ്, അവർ മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഒരു ഇളവ് നൽകണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുത്തിയിരിക്കുന്ന ഒരു മാറ്റം എന്നുള്ളതാണ്. എന്നാൽ ഇത് മുസ്ലിം യൂത്ത് ലീഗ് അംഗീകരിക്കുന്നില്ല. അവർ ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പ് നേതൃത്വത്തെ അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരം 3 ടേം വ്യവസ്ഥ നടപ്പിലാക്കുകയാണെങ്കിൽ ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഇളവ് നൽകാൻ വേണ്ടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത്തരം ഒരു ഇളവ് നേരത്തെ പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന് വിമർശനം എന്നുള്ളതാണ്. ഇക്കാര്യം ചർച്ച ചെയ്യാൻ 3 മണിക്ക് മലപ്പുറത്ത് ലീഗ് ഓഫീസിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഈ യോഗം വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം ഈ ഒരു വിയോജിപ്പ് നേതൃത്വത്തെ അറിയിക്കാനാണ് യൂത്ത് ലീഗിന്റെ തീരുമാനം. വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ PM A സലാം 24 നടത്തി. അതിന്റെ വിവരങ്ങളാണ് സമീർ ബിൻ കരീം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.